ആമേൻ, യേശുവിലൂടെ ശക്തി പുറപ്പെടുവാനിടയായി. ഒരു ശക്തി പുറപ്പെടുകയാണ്. പരിശുദ്ധാത്മാവ് ഞാൻ ദർശിക്കട്ടെ. സ്തോത്രം. ഒരു അഗ്നി നദി ഹല്ലേലൂയ ഇതിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുക. ഒരു അഗ്നി നദി ഇതിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. 2 കൊരിന്ത്യർ 5:17 പറയുന്നു, ഒരുത്തൻ ക്രിസ്തുവിൽ ആയാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി. മനസ്സിലായോ? ഹല്ലേലൂയ. പുതിയ സൃഷ്ടി എന്ന് പറഞ്ഞാൽ സ്തോത്രം, നിൻ്റെ പഴയതെല്ലാം നീ ഉപേക്ഷിക്കണമെന്ന്. സ്തോത്രം. നീ മാനസാന്തരപ്പെട്ടിട്ടുണ്ടാകാം, നീ രക്ഷിക്കപ്പെട്ടിട്ടുണ്ടാകാം, നീ അതിനേക്കാളും വലുത് ചെയ്തിട്ടുണ്ടാകും. പക്ഷേ എൻ്റെ കർത്താവിൻ്റെ രാത്രികാലം നിന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്ന നീ ഒരു പുതിയ സൃഷ്ടിയാകണം. പുതിയ സൃഷ്ടിയാകുവാൻ താല്പര്യമുള്ളവരല്ലെന്ന് ഹല്ലേലൂയ പറഞ്ഞേ. കർത്താവെ 2-3 പേരുള്ള ഒന്നുകൂടെ പറഞ്ഞേ, ഓച്ചയെ പറഞ്ഞേ, ഹല്ലേലൂയ. അമ്മയോ ശക്തിയോടുകൂടി പറഞ്ഞേ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അപ്പോസ്തല പ്രവൃത്തി 16:31 പറയുന്നു, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീ നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. അല്ലേ? പ്രൈസ് ദി ലോർഡ്. നീ മാത്രം രക്ഷ പ്രാപിച്ചാൽ പോരെ കർത്താവ് ആഗ്രഹിക്കുന്നത്, നിൻ്റെ കുടുംബങ്ങളുടെ വരട്ടെ. സ്തോത്ര. ആമേൻ. ഭർത്താവ് മാത്രം ആരാധനയ്ക്ക് പോയാൽ പോരാ, നീ ഭാര്യകളുടെ കൂടെ വരട്ടെ. ആമേൻ. ഭാര്യ മാത്രം ആരാധനയ്ക്ക് പോയാൽ പോരാ. സ്തോത്ര. നിൻ്റെ മക്കളുടെ കൂടെ വരട്ടെ. സ്തോത്ര. എൻ്റെ കർത്താവിനെ ആരാധിക്കുവാൻ യോശുവ പറഞ്ഞു, ഞാനും എൻ്റെ കുടുംബമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. റോമാലേഖനം 10:9 പറയുന്നു, അമ്മ യേശുവിനെ കർത്താവെന്ന് വായ് കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ചാൽ നീ രക്ഷിക്കപ്പെടും. സ്തോത്രം. സ്തോത്രം. നീ രക്ഷിക്കപ്പെടണമെങ്കിൽ മറ്റൊരു മാർഗവുമില്ല. നീ നിൻ്റെ പണമൊന്നും ചിലവാക്കണ്ട, നീ കോടികളൊന്നും മുടക്കണ്ട, നീ ലക്ഷങ്ങളൊന്നും മുടക്കണ്ട. സ്തോത്രം. ഹല്ലേലൂയ. റോമാലേഖനം 10:9 നീ എടുത്തത് വായിച്ചിട്ട് നീ ഹൃദയം കൊണ്ടൊന്ന് ഏറ്റുപറഞ്ഞാൽ മാത്രം മതി. പ്രൈസ് ദി ലോർഡ്. ഇത് വലിയ പാടുള്ള കാര്യമില്ല, പക്ഷേ അതിൻ്റെ പ്രതിഫലം എന്നാണെന്നറിയാം. സ്വർഗത്തിൽ ജീവൻ്റെ പുസ്തകത്തിൽ നിൻ്റെ പേരെഴുതുകയാണ്. സൗഖ്യമാക്കുവാൻ എൻ്റെ കർത്താവിന് ശക്തി യേശുവിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. സ്തോത്രം. ഞാൻ പറയട്ടെ, നീ രക്ഷിക്കപ്പെട്ട പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച വ്യക്തിയാണെങ്കിൽ ആമേൻ, എൻ്റെ യേശുവിൻ്റെ ശക്തി നിന്നോട് കൂടെ ഉണ്ട്. സ്തോത്രം. നീ അതുകൊണ്ട് ഒരു ദുഷ്ടാത്മ സേനയെ നീ പേടിക്കണ്ട, ഒരു മനുഷ്യനെ നീ പേടിക്കണ്ട, ഒരു വ്യക്തി ജീവിതത്തെ നീ പേടിക്കണ്ട, ഒരു സംഘടന നീ പേടിക്കണ്ട. നീ പേടിക്കുവാണ് കാൽവരി എനിക്ക് വേണ്ടി നിനക്ക് വേണ്ടി തകർക്കപ്പെട്ട രക്തം ഊറ്റി തന്ന എൻ്റെ കർത്താവിനെന്ന് പേടിക്കുക. ഹല്ലേലൂയ. ടെലിവിഷനിലൂടെ ഞങ്ങളെ കാണുന്നവരെ 12 വർഷമായിട്ട് യേശു ഹല്ലേലൂയ രക്തസ്രവമുള്ള സ്ത്രീയെ സൗഖ്യമാക്കിയതുപോലെ കണ്ണുകൾക്ക് പ്രഷർ യേശുവിൻ്റെ നാമത്തിൽ ശാസിക്കുന്നു. കാഴ്ചയില്ലാത്ത വ്യക്തി ജീവിതം യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കുന്നു. യെസ്. ചങ്ങലെ കിടക്കുന്ന വ്യക്തി ജീവിതമേ, യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് വാ. യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് വാ. ചങ്ങല പൊട്ടിച്ച് നീ എഴുന്നേറ്റ് വാ. ദ നെയിം ഓഫ് ജീസസ്. നീ എഴുന്നേറ്റ് വാ. ഐ എം കമാൻഡിങ് നൗ. ഹല്ലേലൂയ. അമ്മേ, കാലുകൾ ഒടിഞ്ഞ വ്യക്തി ജീവിതമേ, ഇപ്പോൾ നീ സൗഖ്യം പ്രാപിക്കുക. നിൻ്റെ കാലുകൾ നിവർക്ക് യേശുവിൻ്റെ നാമത്തിൽ. യേശു ക്രിസ്തു അട്ടിപ്പിണരുകളാൽ സൗഖ്യം. ലങ്സിന് ചിലപ്പം ഭയങ്കര ചുമയൊക്കെ ഉണ്ട്. അപ്പം ലങ്സ് വേണ്ടത്ര വികസിക്കാത്തതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ട്. ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്. എപ്പോഴുണ്ടോ? എപ്പോഴും ഇല്ല, കയറ്റി കയറുമ്പോഴും കൂടെ. യേശു ക്രിസ്തു അട്ടിപ്പിണരുകളാൽ ഇപ്പോൾ തന്നെ സൗഖ്യം. Come. Touch the name of Jesus. തലയുടെ വലതു സൈഡിലെ വേദന പരിശുദ്ധാത്മാവ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു, അല്ലേ? യേശു ക്രിസ്തു അധികമേ അട്ടിപ്പണരകാളെ ഇപ്പോൾ തന്നെ വലതുവശത്തുള്ള തലയുടെ വലതുവശത്തുള്ള വേദനയെ ശാസിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. യേശുവിൻ്റെ അട്ടിപ്പണരകളാൽ ഇപ്പോൾ തന്നെ സ്വത്രം തലവേദനയെ ശാസിക്കുന്നു. കമാൻഡിങ് നൗ. ഈ നരം ഇങ്ങനെ വെട്ടുന്ന പോലെയുണ്ടോ? വിറയ്ക്കുന്നത് പോലെ. യെസ്, ഐ ആം കമാൻഡിങ് നൗ ജീസസ് നെയിം. ടച്ച്. യേശുവിൻ്റെ അട്ടിപ്പണരകളാൽ യേശുവിൻ്റെ ശക്തി പുറപ്പെട്ടെന്ന് ഇപ്പോൾ തന്നെ തലവേദനയെ ശാസിക്കും. ഇപ്പം ചെറുതായിട്ടുണ്ട്. ടച്ച് ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവിൻ്റെ നാമം സൗഖ്യം കൽപ്പിക്കുന്നു.
സൗഖ്യം കൽപ്പിക്കുന്നു. അട്ടിപ്പണികൾ അസൗഖ്യം, അട്ടിപ്പണികൾ അസൗഖ്യം, അട്ടിപ്പണികൾ അസൗഖ്യം. I'm commanding now. Go. Go now. Go now. Go. മാറിയപ്പം നോക്കിക്കേ. ഹല്ലേലൂയ. ഒന്നിച്ച് പ്രാർത്ഥനയോടെ നിന്നാലും ജീസസ്. അമ്മച്ചി വാ. അമ്മച്ചിയെ കണ്ടു, നല്ല രസമുണ്ടല്ലേ? ഹല്ലേലൂയ. അമ്മച്ചി നല്ല മിടിക്കുക. ആമേൻ. ആടിൻ്റെ മുട്ടിന് വേദന, കൈക്ക് വേദനയല്ല. എത്ര വയസ്സായി? 65 വയസ്സ്. എങ്ങനെ എൻ്റെ കർത്താവ് സ്നേഹിക്കുന്നു? എൻ്റെ കർത്താവിനെ സ്വന്തം രക്ഷിതാവ് സ്വീകരിച്ചാണോ? ആണോ? പരിശുദ്ധാത്മാവ് എന്നെ കാണിക്കുന്നത് എൻ്റെ യേശു കർത്താവ് അമ്മച്ചിയുടെ പുറകെ നിൽക്കുന്നതായിട്ടാണ്. ജീസസ്, I love you, Jesus. അങ്ങത്തോട് മാറാകണമേ. ഉച്ചമുള്ളങ്കാല ദൈവശക്തി വ്യാപരിക്കട്ടെ. ഉച്ചമുള്ളങ്കാല ദൈവശക്തി വ്യാപരിക്കട്ടെ. ഊടാകത്തിൽ കഥകർഷക. കാലുകൾക്ക് സൗഖ്യമുണ്ടാകട്ടെ, കാലുകൾക്ക് സൗഖ്യമുണ്ടാകട്ടെ. മുട്ടുകളുടെ വേദന മാറട്ടെ, കാലിൻ്റെ മുട്ടിൻ്റെ വേദന മാറട്ടെ, കൈയുടെ വേദന മാറട്ടെ. The name of Jesus. യേശുവിൻ്റെ നാമത്തിൽ അട്ടിപ്പണികളുള്ള സൗഖ്യം. ഇപ്പം പറഞ്ഞേ. ഇപ്പം വേദന, ഹല്ലേലൂയ. ഇപ്പം വേദനയില്ല. ആമേൻ. എൻ്റെ യേശു അമ്മച്ചിയെ സ്നേഹിക്കുന്നു. ഇപ്പം കൈകൾക്ക് വേദനയില്ല. ഇറങ്ങി ഓടിക്കോട്ട്. 65 വയസ്സ് മാറിയിട്ട് 35 വയസ്സുള്ളവർ ഓടുന്നില്ല. ഓടിക്കേ. നമ്മുടെ വിശുദ്ധ കാര്യങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാലും ശക്തിയോടുകൂടി, ബലത്തോടുകൂടി. ആമേൻ. മാസത്തിൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ച രാത്രി ഇന്ത്യൻ സമയം 8 മണിക്ക് വീണ്ടും ഞങ്ങൾ ശുശ്രൂഷയായിട്ട് കടന്നു വരുന്നു. നിങ്ങൾ കണ്ട് അനുഗ്രഹം പ്രാപിക്കൂ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.